തൃശൂർ മണ്ണുത്തിയിൽ നടന്ന കാർഷിക സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. നാടകത്തിന്റെ വിധി പ്രഖ്യാപിച്ചതിൽ വിവേചനമുണ്ടെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ വിധികർത്താക്കളെ തടഞ്ഞുവെച്ചു. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഈ സ്ഥലത്ത് സംഘർഷമുണ്ടായി. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തായിരുന്നു അവരുടെ അഭിപ്രായ വ്യത്യാസം? വിധികർത്താക്കളെ സാധാരണഗതിയിൽ ഈ കലോത്സവത്തിൽ പോയ കയ്യേറ്റം കൂടെ നടക്കും, അവിടെ വരെ എത്തിയില്ലെന്ന് തോന്നുന്നല്ലേ? ഗുഡ് മോർണിംഗ്. ഇന്നലെ പകൽ സമയമൊക്കെ ചില ഇനങ്ങളുടെ വിധി നിർണയത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ കയ്യേറ്റത്തിലേക്ക് അടക്കം നീങ്ങിയതാണ്. പോലീസും ഇവരും തമ്മിൽ പലകുറി ഈ ബലപ്രയോഗവും ഉന്തും തള്ളും ഒക്കെ കണ്ടു. പക്ഷേ രാത്രി വൈകിയാണ് ഈ നാടകത്തിന്റെ ഫലം പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് അതൊരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ വിധികർത്താക്കളെ ഈ മത്സരം നടന്ന ആ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ ഈ വിധികർത്താക്കളെ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് മണ്ണുത്തി പോലീസ് എത്തി ഇവരെ അവിടെ നിന്ന് വലിയ ബലം പ്രയോഗിച്ചാണ് പുറത്തിറക്കി ഒരു സ്വകാര്യ കാറിൽ ഇവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഒരു ഉന്തും തള്ളും ഒക്കെ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. അതിനിടയിൽ ഈ കാറ്, വിധികർത്താക്കൾ പോയൊരു കാറ് ഒരു വിദ്യാർത്ഥിനിയുടെ കാലിൽ കയറി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെ ആ പരിക്കേറ്റൊരു കുട്ടി ആ റോഡിൽ കിടക്കുന്ന ദൃശ്യത്തിൽ കാണാം. ഈ പോലീസിനോട് അവർ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ജീപ്പിൽ ഈ കുട്ടിയെ ആശുപത്രിയിലേക്കടക്കം മാറ്റിയില്ല എന്ന ഗുരുതര ആരോപണം കൂടി ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. പിന്നീട് അവർ ഒരു വാഹനം സംഘടിപ്പിച്ചാണ് ഈ കുട്ടിയെ മാറ്റിയത്. അങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സംഘർഷാവസ്ഥയിലേക്ക് ഇന്നലെ ഈ കലോത്സവം നീങ്ങി. അങ്ങനെ വലിയ പ്രതിസന്ധിയായിരുന്നു അവിടെ രൂപപ്പെട്ടിരുന്നത്. ഇന്നും കലോത്സവങ്ങൾ തുടരുകയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ പോലീസ് വിന്യാസമാണ് ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഓരോ ഫലപ്രഖ്യാപനം വരുമ്പോഴും വിദ്യാർത്ഥികൾ ആ വിധി നിർണയത്തെ ചൊല്ലി രംഗത്തെത്തുന്ന വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. സ്കേ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.